ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ ആണ്. അതായത് എനിക്ക് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഞാൻ കുറച്ചധികം സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളത് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. ഇൻ്റർവ്യൂ എന്നൊന്നും പറയാനില്ല, ഒരു കാഷ്വൽ ടോക്കാണ്. മറ്റാരുമല്ല, എൻ്റെ സ്വന്തം അമ്മയാണ്. അമ്മയായിട്ടുള്ളൊരു കാഷ്വൽ ഇൻ്റർവ്യൂ ആണ്. ഇത്രയൊക്കെ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടോ ഒരു മൈൻഡില്ലാതെ ഇരിക്കണം. ഹലോ, താങ്കളെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. ഹലോ, താങ്കളെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഞാൻ അമ്മേന്റെ അടുത്ത് ഒരു 2-3 ചോദ്യമൊക്കെ ചോദിക്കാൻ പോവാണ്. അപ്പൊ അമ്മയ്ക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാല്, നമ്മളിപ്പോ കാഷ്വൽ നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് അറിയില്ല ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ 2-3 ആൾക്കാർ എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ അമ്മേനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ അമ്മേന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോണത്. ഓക്കെ. ആദ്യത്തെ ചോദ്യം, അതായത് കുറച്ചുപേര് എൻ്റെ അടുത്ത് ചോദിച്ചു. ഇപ്പൊ ഞാൻ കണ്ണൂരാണ്, മൂത്തേച്ചി ഗോവയിലാണ്, രണ്ടാമത്തെ ആള് ദുബായിലാണ്. അപ്പൊ അമ്മ ഒറ്റയ്ക്ക് ആലുവയില്. പക്ഷെ അമ്മ ഒറ്റയ്ക്ക് ആകുമ്പോ വയസ്സായില്ലേ, അപ്പൊ അമ്മയ്ക്ക് ബോറടിക്കൂലേ, നമ്മൾ ആരും അമ്മേന്റെ കൂടെ ഇല്ല, അപ്പൊ അമ്മ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അതിൽ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബോറടി ഇല്ല, ഒന്നുമില്ല. ഞാൻ നല്ല 40 വയസ്സില് അച്ഛൻ മരിച്ചതല്ലേ, അതിനുശേഷം എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ. അങ്ങനെ ആദ്യമൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് പോകൂല പുറത്ത്. മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ എല്ലാം ഒറ്റയ്ക്കായി. ഞാൻ ദുബായിൽ ഒറ്റയ്ക്ക് പോണു, ഗോവയിൽ ഒറ്റയ്ക്ക് പോണു, നിന്റെ അടുത്ത് ഒറ്റയ്ക്ക് വരണു. എല്ലാവരും എന്നോട് ചോദിക്കും, എങ്ങനെ ഈ ഒറ്റയ്ക്ക് പോണേന്ന്. എനിക്ക് അതാ ഇഷ്ടം. എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയില്ല. അങ്ങനെ പോകുമ്പോ എനിക്ക് ഒറ്റയ്ക്ക് അതാണ് എനിക്ക് ഇഷ്ടം, അതാണ് എനിക്ക് സന്തോഷം. ഞാൻ വീട്ടിലിരിക്കുമ്പോ എന്താ ചെയ്യാ? വീട്ടിലിരിക്കുമ്പോ രാവിലെ തന്നെ ഞാൻ എനിക്ക് നടക്കാനൊക്കെ പോകും. അല്ലെങ്കിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് എത്തിച്ച് കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയി കുറേ നേരം 2-3 അമ്പലത്തിൽ പോകും. അതിനുശേഷം വന്നിട്ട് കുറച്ചു നേരം വാർത്തകളൊക്കെ ടി-വിയിൽ. വേറെ ഒന്നും ഞാൻ ടി-വിയിൽ കാണില്ല. ക്രിക്കറ്റ് കാണും, പിന്നെ ഫുട്ബോൾ, എനിക്ക് അതേ ഇഷ്ടമുള്ളൂ. പിന്നെ ഇവിടെ ഒരാളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പണ്ടേ കാണുന്നതാണ്. ഇപ്പൊ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ രാത്രി പാതിരാത്രി അല്ലെ ലോകകപ്പ് രാത്രി 2 മണിക്ക് 3 മണിക്ക് സീരിയൽ കാണാത്ത ആളാണ്. ഇൻട്രസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ എപ്പോഴും ടൂർ പോകൂട്ടോ, അത് ഞാൻ പറഞ്ഞില്ല. അയോധ്യ, കാശി, ഗയ അവിടെയൊക്കെ ഇപ്പൊ പോയി വന്നില്ലേ. പിന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് അവിടെയൊക്കെ പോയി എല്ലായിടത്തും കറങ്ങി വരും. പിന്നെ വീണ്ടും ഞാൻ ഒറ്റയ്ക്കാവും. വീണ്ടും എനിക്ക് അങ്ങനെ ഒരു ബോറടിയേ തോന്നിയിട്ടില്ല. ഓക്കെ. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കൊറോണ ടൈം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെയും പുറത്തു പോകാൻ പറ്റാത്തൊരു സമയമാണ്. അപ്പൊ അമ്മയാണെങ്കിൽ ആലുവയില് വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു, ഇൻലോസും നമ്മൾ ഒരുമിച്ചിട്ടാണ്. അപ്പൊ അമ്മേന്റെ അടുത്താണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനും പറ്റൂല. കൊറോണ ടൈമിൽ ആൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഒന്ന് ഫ്രീ ആയിട്ട് വിളിക്കാൻ വേണ്ടി വിളിച്ചാലും ചില സമയത്ത് ഞങ്ങൾക്ക് സംസാരിക്കാനൊന്നും പറ്റാറില്ല. അപ്പൊ അമ്മ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തതെന്നൊന്ന് പറയാമോ കൊറോണ ടൈമിൽ? കൊറോണ ടൈമിൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. ആർക്കും അവർ വീട്ടിൽ കയറി ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കണം. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അപ്പോഴും ഈ വാർത്തയും പാട്ടുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ പാട്ടുകളും വാർത്തയും കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് കൂടുതൽ. പണ്ടത്തെ പാട്ട് ഭയങ്കര അധികം ഇഷ്ടമാണ്. അമ്മ ഒരു കാര്യം ചെയ്യും, നമ്മള് പാട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, സുഖമില്ല, ചെറിയ ചുമയൊക്കെ ഉണ്ട്, പക്ഷെ അത് സാരില്ല, 2 വരി ഒന്ന് പാട്ട്. ഒട്ടും സുഖമില്ല, പണ്ടത്തെ ഏതെങ്കിലും ഒരു 2 വരി അമ്മയ്ക്ക് പണ്ടത്തെ പാട്ടിന്റെ ആരാധിക. പണ്ടത്തെ പാട്ടേ പാടുള്ളൂ. കദളി വനങ്ങൾ കരികിലല്ലോ കടത്തനാടൻ കളരി, കളരി മുറ്റം വരെ പോയി വരാമോ കളമൊഴിയേ കിളിയേ, ഇത്രയും മതിക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇപ്പൊ ഒരു ട്യൂമറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണെങ്കിലും ഡോക്ടേഴ്സ് വന്നിട്ട് അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അല്ലേ എണീറ്റിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് വേറെ ജൂനിയർ ഡോക്ടേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു അമ്മേന്റെ ആ ഒരു പോസിറ്റിവിറ്റിനെ കുറിച്ചിട്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്കറിയില്ല എന്താന്ന്. ഇങ്ങനെ ഓപ്പറേഷൻ വേണമെന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമം. കാരണം അറ്റാക്കിന് അങ്ങനെയാണല്ലോ, ചിലർക്ക് ബോധം വരില്ല, അതോടെ ബോധം പോകും.
അങ്ങനെ ഇതായിട്ട് കിടക്കും. അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് പേടി. പിന്നെ പറയണ ആരോടെ നിങ്ങളോടല്ലേ പറയണ്ട. അപ്പൊ എന്റെ മനസ്സിൽ അത് ഭയങ്കര സങ്കടമായിരുന്നു. ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു പേടി. പിന്നെ ഓപ്പറേഷന് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഇനി നിങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു വിഷമം. നമ്മൾ അറിഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ എന്നിട്ട് നിങ്ങളെ വിളിച്ചില്ല, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ആരോടൊന്നും മിണ്ടിയില്ല. റൂമിൽ കയറ്റി തിയേറ്ററിൽ കയറ്റിപ്പോ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട എന്നൊക്കെ. പക്ഷെ എന്നാലും ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. പിന്നെ അറിയണില്ല. പിറ്റേന്ന് എനിക്ക് മനസ്സിന് നല്ല ധൈര്യമായിരുന്നു. എനിക്ക് അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ അച്ഛൻ മരിച്ചിട്ടാണെങ്കിലും 40 വയസ്സായപ്പോഴാണ് അച്ഛൻ മരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും കൊല്ലമായി. അമ്മനെ ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ കരഞ്ഞു കണ്ടിട്ടില്ല. നമ്മൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങളോടെല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞു തരാന്നല്ലാതെ അമ്മേനെ ഒരിക്കൽ പോലും വിഷമിച്ച് കണ്ടില്ല. അപ്പൊ അതൊക്കെ മനസ്സിലൊതുക്കി നിൽക്കുന്നതാണോ അതോ പോസിറ്റീവ് ആണോ? ഒന്നുമില്ല, മനസ്സിലൊന്നും ഒതുക്കി വെച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ നിങ്ങളെന്നും എന്നെ വിഷമിപ്പിച്ചിട്ടില്ലോ, ഒന്നുമില്ല. പിന്നെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ഒറ്റയ്ക്കാണ്, മക്കൾ അവിടെ ഇവിടെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് അങ്ങോട്ട് വരാലോ, എപ്പോഴും എനിക്കിങ്ങനെ സർക്കിട്ട് വരാലോ എല്ലായിടത്തും. എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. എനിക്ക് നല്ല ധൈര്യം. ഡോക്ടർ എന്നോട് പറഞ്ഞല്ലോ, ധൈര്യം, നല്ല ധൈര്യം. ഞാനിങ്ങനെ എനിക്ക് ഡോക്ടറെ ഉറക്കമില്ല എന്ന് പറയുമ്പോൾ അതെല്ലാം ഉറങ്ങിക്കോളും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്നെ പോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പുറത്ത് കിടക്കുന്നവർക്കും ബോധം വരെ വരില്ല. അങ്ങനെ ഇതില്ലേ, എനിക്കൊരു കുഴപ്പമില്ല, നല്ല ധൈര്യം. ഡോക്ടർ എപ്പോഴും കാണുമ്പോ പറയും ഒരു കുഴപ്പമില്ല, നല്ല ധൈര്യമുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ ലേഡീസിനോട്, അതായത് ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും ഒരു മനസ്സ് പെട്ടെന്ന് ഒരു ലോലമായിട്ടുള്ള മനസ്സാണ് കുറെ പേരുടെ. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന പെൺകുട്ടികൾ തന്നെ നമുക്ക് കുറെ കാണാം. പഠിത്തത്തിൽ ഒന്ന് ബാക്കായി എന്ന് പറയുമ്പോഴേക്കും സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ തന്നെ ചെറിയ ചെറിയ വിഷമങ്ങൾ, ഒറ്റയ്ക്കാകുമ്പോൾ തന്നെ ഡിപ്രഷൻ വന്നു പോകുന്ന കുറെ പേരുണ്ട്. കുറെ നാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. ചിലരങ്ങനെയല്ല, ഇപ്പൊ കുറെ അധികം ബോൾഡ് ലേഡീസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ വിഷമിക്കുന്ന കുട്ടികളോടും ലേഡീസിനോടും എന്താണ് പറയാനുള്ളത്, ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ട്? മനസ്സിന് ആദ്യം നല്ല ധൈര്യം വേണം. അങ്ങനെ ധൈര്യമില്ലാത്തോട് ഞാൻ പറയണേ, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ജീവിതം അവിടെ കിടക്കാണ് ഇനി. അപ്പൊ നമ്മൾ അങ്ങനെ വിഷമിക്കുക, സങ്കടപ്പെടുക, അത്രേ ഉള്ളൂ. വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊന്ന് കേൾക്കുന്നല്ലാണ്ട് അത് കഴിഞ്ഞു. അപ്പൊ അവരോടും പറയണ്ട. നമ്മൾക്ക് നല്ല ധൈര്യം, മനസ്സിൽ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, പോളിസി. ഓക്കെ, അപ്പൊ അത്രയും ചോദ്യം മതി. ഇത് തന്നെ അല്ലെ, കുറച്ച് അധികമായിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ലതിക. അപ്പൊ അമ്മയ്ക്ക് ഇനി ഒരു പാട്ടും കൂടി ഒന്ന് പാടണമെങ്കിൽ ഒന്ന് പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം, കരകരായിട്ട് നോക്കി. എന്നാലും ഒരു ഒരെണ്ണം കൂടി, കിളിയോ കുരുവിയോ എന്തൊരു പാട്ടുണ്ടല്ലോ. കുയിലിന്റെ മണിനാദം കേട്ടു, കാറ്റിൽ കുതിര കുളമ്പടി കേട്ടു, കുറുമൊഴി മുല്ല പൂങ്കാറ്റിൽ 2 കുവലയ പൂക്കൾ വിടർന്നു, കുയിലിൻ്റെ മണിനാദം കേട്ടു. അപ്പൊ അമ്മേ താങ്ക് യു സോ മച്ച്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ വെറുതെ ഒരു കാഷ്വൽ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. എന്റെ അടുത്ത് കുറച്ചുപേര് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചത്. താങ്ക് യു സോ മച്ച്. നല്ല ചുമ, ആ സമയത്തിന്റെ ചുമ നോക്കി പാടാൻ വന്നപ്പോ നല്ല ചുമ.